ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈറ്റി ബിസിനസ് തുടങ്ങാനുള്ള 10 ടിപ്സുമായിട്ടാണ്. ഞാൻ ഓരോന്നായി പറഞ്ഞു തരാം. നിങ്ങളത് കറക്റ്റായി നോക്കി മനസ്സിലാക്കി വേണം ഓരോന്നായി ചെയ്യാൻ. ഞാനിതുപോലെ ഓരോന്ന് ചെയ്തിട്ടാണ് ഈ ഫീൽഡിൽ വിജയിക്കാൻ സാധിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നൈറ്റി ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി ഫസ്റ്റ്. അതാണ് നൈറ്റി ബിസിനസ്സിൽ ആദ്യം വേണ്ടത്. മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ തുണിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നല്ല പ്യുവർ കോട്ടനും ബ്രാൻഡഡുമായിട്ടുള്ള മെറ്റീരിയലുകൾ നോക്കിയെടുക്കണം. രണ്ടാമതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകൾ നോക്കിയെടുക്കണം. അജരക്ക്, ജയ്പൂർ പ്രിൻറ്റുകൾ നോക്കിയെടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. കഴുകിയാൽ നിറം പോകാത്തതും ചുരുങ്ങില്ലെന്ന് ഉറപ്പുള്ളതുമായ മെറ്റീരിയലുകൾ ചോദിച്ച് വാങ്ങണം. കുറച്ച് വില കൂടുതലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതുപോലെ തന്നെ 100 രൂപയ്ക്ക് കിട്ടുന്ന ലോ ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ വാങ്ങിയിട്ട് വില കൂട്ടി വിൽക്കരുത്. അത് ബിസിനസ്സിൻ്റെ വിശ്വാസം കളയും. പിന്നെ മൂന്നാമതായിട്ടാണ് പ്രൈസിങ്. തുണിയുടെ വില, തുന്നാനുള്ള കൂലി പ്ലസ് ചെറിയൊരു ലാഭം എന്നിങ്ങനെ നോക്കി വേണം ഒരു പ്രൈസ് ഇടാൻ. അതുപോലെ തന്നെ ഹോൾസെയിലായി തുണിയെടുത്ത് തയ്ക്കുന്നതാണ് ഏറ്റവും ലാഭം. വില കുറച്ച് കൊടുത്തിട്ട് നഷ്ടം വരുത്തരുത്. നിങ്ങളുടെ ബ്രാൻഡ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വില കുറച്ച് കൊടുത്തിട്ട് പിന്നൊരു ദിവസം കൂട്ടാമെന്ന് വിചാരിച്ചാൽ കസ്റ്റമേഴ്സ് പറയും, ഓ അവൾക്ക് ബിസിനസ്സൊക്കെ ആയപ്പോൾ വില കൂട്ടി എന്നൊക്കെ. അപ്പോൾ തുടക്കം തന്നെ എങ്ങനെയാണോ നമുക്കൊരു ലാഭം കിട്ടുന്നത് അതുകൂടി കൂട്ടിയിട്ട് വേണം പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട്. നാലാമത്തെ കാര്യമാണ് സ്റ്റാൻഡേർഡ് സൈസിങ്. കൃത്യമായ സൈസ്. ഈ ഫ്രീ സൈസ് എന്നത് ഒഴിവാക്കുക. കൃത്യമായ സൈസിലുള്ളത് മാത്രം തയ്ച്ചു കൊടുത്താൽ മതി. എല്ലാവരുടെയും സൈസ് ഒരുപോലെയല്ല. അതുകൊണ്ട് നൈറ്റികൾ തയ്ക്കുമ്പോൾ ലാർജ്, എക്സൽ, XXL എന്നീ സൈസുകൾ കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കണം. കസ്റ്റമറുടെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അഞ്ചാമത്തെ കാര്യം ഫിനിഷിങ്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. തിരക്കുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ മതി, അല്ലെങ്കിൽ നൈറ്റിയല്ലേ വീട്ടിലിടാനല്ലേ ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കരുത്. നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വൃത്തിയായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ സഹായിക്കും. ആറാമത്തെ കാര്യം ട്രെൻഡിങ് ഡിസൈൻസ്. ട്രെൻഡിങ് ഡിസൈൻസ് കൊണ്ടുവരാൻ നോക്കണം. സ്ഥിരം മോഡലുകൾക്ക് പകരം നെക്കിനോ സ്ലീവ്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഡൽ മാറ്റി മാറ്റി കൊണ്ടുവരാൻ നോക്കണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കസ്റ്റമർക്കും ഒരു പുതുമ തോന്നും. ഏഴാമത്തെ കാര്യം പ്രസൻറ്റേഷൻ. നമ്മൾ തുന്നിയ നൈറ്റി നല്ല വൃത്തിയായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കണം. എങ്കിലേ അത് അവർക്ക് വാങ്ങിക്കാൻ താല്പര്യം കാണും. ചുളിഞ്ഞുകൂടിയ തുണിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ കസ്റ്റമർ അത് വാങ്ങിക്കാൻ താല്പര്യം കാണിച്ചെന്ന് വരില്ല. ഒന്നുകിൽ നമ്മൾ തന്നെ മോഡലാവുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ച് നൈറ്റിയുടെ മോഡലുകൾ കസ്റ്റമറെ കാണിക്കുക. എട്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഈ വഴിയൊക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ഒരു ചാനൽ തുടങ്ങി നല്ല ഡിസൈനിങ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫോട്ടോസായും വീഡിയോസായും നമുക്ക് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ സാധിക്കും. ഒൻപതാമത്തെ കാര്യമാണ് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി. ഇതുപോലെ തന്നെയെല്ലാം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഷിപ്പിങ്ങും ഡെലിവറിയും. നാട്ടുകാർക്കും അടുത്തുള്ളവർക്കുമൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വന്ന് വാങ്ങാം. ദൂരെയുള്ളവർക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഷിപ്പിംഗ് കാര്യങ്ങൾ, അതായത് കൊറിയർ സർവീസ്, പോസ്റ്റൽ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഷിപ്പിംഗ് ചാർജ് മനസ്സിലാക്കി വെച്ചിട്ട് പ്രൈസ് പറയുമ്പോൾ അതുകൂടി ആഡ് ചെയ്ത് പറയണം. ഇല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അതൊരു പ്രശ്നമായി മാറും. നിങ്ങളങ്ങനെ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തിയായി പാക്ക് ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം. പത്താമത്തെ കാര്യം കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഒരിക്കൽ വാങ്ങിയ കസ്റ്റമറോട് ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് ആ റിവ്യൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ബിസിനസ്സിൽ കസ്റ്റമറാണ് കിങ്. അതുകൊണ്ട് കസ്റ്റമറോട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ബിസിനസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചെറുതായിട്ട് തയ്ക്കാൻ അറിഞ്ഞാൽ മതി. വലിയ ഫാഷൻ ഡിസൈനറൊന്നും ആവണ്ട. ചെറിയ രീതിയിൽ അറിയാമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ നൈറ്റി മെറ്റീരിയലുകൾ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മെറ്റീരിയലുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഉടനെ സെയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോസൊക്കെ നോക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.